ഹായ്, മൈ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണപ്പരമ്പര തുടങ്ങിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിലെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ റെസിപ്പി ചക്ക പായസമായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുക, അതിൽ പോയി എല്ലാവരും കാണണം, കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ്. അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയുമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഓലൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതാണ് ഞാൻ ഇടാൻ പോണത്. ഇനി അതെങ്ങനെ ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ ഞാൻ എടുത്തിരിക്കുന്നത് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ച 1/2 കപ്പ് വൻപയറാണ്. ഇനി നമുക്കിത് വേവിക്കാനായി കുക്കറിലേക്ക് വൻപയറിട്ട് മുങ്ങുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു വിസിൽ വയ്ക്കാം. ഇനി ഓലുണ്ടാക്കാനായി കുറച്ച് ചെറിയുള്ളി, എരിവിനാശിന് പച്ചമുളക്, 1/2 കിലോ മത്തൻ, 1 മുടി തേങ്ങയിൽ നിന്നെടുത്ത 1-ാം പാലും 2-ാം പാലും. ഇനി ഒരു കടായി വെച്ച് ചെറുതായി മുറിച്ച മത്തനും ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട ശേഷം പയർ വേവിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം 1 മിനിറ്റ് വേകാനായിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളം കുറച്ച് വറ്റിയതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുത്ത 2-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ വേവിച്ച് വെച്ച പയറും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പം നമ്മുടെ മത്തനൊക്കെ വെന്ത ശേഷം നേരത്തെ എടുത്ത് വെച്ച 1-ാം പാലും ചേർത്ത് ഇളക്കി. അത് തിളയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി ഒന്ന് മൂടി വെച്ച് തുറന്നാൽ നമ്മുടെ ഓലൻ റെഡിയായി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മൈ അമ്മാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. ഓണപ്പരമ്പരയിലെ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.